ഹായ് മക്കളെ, ജെയ് 2026 ഫസ്റ്റ് ഫേസ് എക്സാം ഇങ്ങെത്തിക്കഴിഞ്ഞു. ഇപ്പോൾ നിങ്ങളെല്ലാവരും ടോട്ടലി കൺഫ്യൂസ്ഡ് ആണോ? പഠിച്ചിട്ടും തീരുന്നില്ലേ? നിങ്ങളുടെ കോൺഫിഡൻസ് ലെവൽ വല്ലാതെ കുറഞ്ഞു പോകുന്നുണ്ടോ? എങ്ങനെയായിരിക്കും നമ്മുടെ എക്സാം? ഡിഫിക്കൽട്ട് ആയിരിക്കുമോ? ഈസി ആയിരിക്കുമോ? അതുപോലെ മോഡറേറ്റ് ആയിരിക്കുമോ? അപ്പോൾ പല മോട്ടിവേഷൻ ക്ലാസ്സുകളിലും നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, നിങ്ങളുടെ ഇൻ്റലിജൻസോ അല്ലെങ്കിൽ നിങ്ങളുടെ ടാലൻറ്റോ ഒന്നുമല്ല നിങ്ങളുടെ സക്സസ്, മറിച്ച് നിങ്ങളുടെ ഹാർഡ് വർക്കും നിങ്ങളുടെ പാഷനുമാണ് നിങ്ങളെ സക്സസ്സിൽ എത്തിക്കുന്നതെന്ന്. അതിൻ്റെ കൂടെ ഞാൻ ഒന്നും കൂടി ആഡ് ചെയ്യട്ടെ, നിങ്ങളുടെ ആറ്റിറ്റ്യൂഡും നിങ്ങളുടെ സ്മാർട്ട് വർക്കും നിങ്ങളെ സക്സസ്സിൽ എത്തിക്കും. അതിനുവേണ്ടി എന്തൊക്കെയാണ് ഇനി നമ്മൾ ചെയ്യേണ്ടത്? ജെയ് 2026 ഫസ്റ്റ് ഫേസ് എക്സാം എഴുതുന്ന കുഞ്ഞുങ്ങൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എന്ന് നമുക്ക് നോക്കാം. മോട്ടിവേഷൻ ക്ലാസ്സുകളിലോ മോട്ടിവേഷൻ വീഡിയോകളിലോ ഒന്നുമല്ല കാര്യം. നമ്മളുടെ സെൽഫ് മോട്ടിവേഷനാണ്, നമ്മുടെ സെൽഫ് മോട്ടിവേഷൻ തന്നെയാണ് നമ്മളെ സക്സസ്സിൽ എത്തിക്കുന്നത്. നമ്മുടെ ഹാർഡ് വർക്ക്, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ സ്മാർട്ട് വർക്ക്, നമ്മുടെ ആറ്റിറ്റ്യൂഡ്, അതാണ് നമ്മുടെ സക്സസ്. ഇനി ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങൾ നിങ്ങളെ തന്നെ ഒന്ന് അനലൈസ് ചെയ്യുക. നിങ്ങളിൽ പലരും റിപ്പീറ്റേഴ്സ് ബാച്ചിൽ പഠിക്കുന്നവരായിരിക്കും, അല്ലെങ്കിൽ ഇൻ്റഗ്രേറ്റഡ് പ്രോഗ്രാം ചെയ്യുന്നവരായിരിക്കും, അല്ലെങ്കിൽ CBSE സ്കൂളുകളിലോ സ്റ്റേറ്റ് സ്കൂളുകളിലോ പഠിക്കുന്നവരായിരിക്കും. ഇപ്പോൾ നിങ്ങൾ ഏത് ലെവലിലാണ് നിൽക്കുന്നത്? അതാണ് നിങ്ങൾ ആദ്യം അനലൈസ് ചെയ്യേണ്ടത്. അതിനുശേഷം നിങ്ങൾ കൃത്യമായ ഒരു പ്ലാനിങ് നടത്തണം. ജെയ് 2026 ജനുവരി 21 തുടങ്ങുമ്പോഴേക്ക് ഇന്ന് മുതൽ ഞാൻ നോക്കുകയാണെങ്കിൽ ഇനി 55 ദിവസങ്ങളാണുള്ളത്. ഓരോ ദിവസവും മിനിമം 5 മണിക്കൂറെങ്കിലും നമ്മൾ ഇതിൻ്റെ പ്രിപ്പറേഷന് വേണ്ടി മാറ്റിവെക്കുകയാണ് ആദ്യം ചെയ്യേണ്ടത്. ആഫ്റ്റർ ദാറ്റ് അനലൈസേഷൻ, നമ്മളത് അനലൈസ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ജെയ് മുഴുവനായിട്ട്, ജെയിലെ ഫുൾ ടോപ്പിക്കുകളും ജെയിലെ ഫുൾ കോൺസെപ്റ്റുകളും ഫുൾ ക്വസ്റ്റ്യൻസും ഫുൾ പ്രീവിയസ് ഇയറും എല്ലാം ചെയ്തുകൊണ്ട് നമുക്ക് ജെയ് എക്സാമിന് പോകാം എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ നടക്കുന്ന കാര്യമല്ല എന്ന് നിങ്ങൾ ആദ്യം മനസ്സിലാക്കണം. നിങ്ങൾ പലരും PYQs, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ചെയ്യുന്നവരായിരിക്കും. ഇനി നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഓരോ സബ്ജക്റ്റിലും നിങ്ങൾക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ചാപ്റ്റേഴ്സ് ഉണ്ടാവും. അത് ആദ്യം തിരഞ്ഞെടുക്കണം നമ്മൾ. ഇപ്പം മാത്സിലാണെന്നുണ്ടെങ്കിൽ എനിക്ക് പെട്ടെന്ന് മനസ്സിലാവുന്നതും പഠിച്ചെടുക്കാൻ പറ്റുന്നതുമായ ചാപ്റ്റേഴ്സ് മെട്രിക്സ് ആൻഡ് ഡിറ്റർമിനൻസ് ആണ്, ക്വാഡ്രാറ്റിക് ഇക്വേഷൻസ് ആണ്, അല്ലെങ്കിൽ കോംപ്ലക്സ് നമ്പേഴ്സ് ആണ്, പെർമ്യൂട്ടേഷൻസ് ആൻഡ് കോമ്പിനേഷൻസ് ആണ്. അങ്ങനെ നിങ്ങൾ ഈസി ടു ഡിഫിക്കൽട്ട് ഒരു ലിസ്റ്റ് തയ്യാറാക്കുക. ഓരോ സബ്ജക്റ്റിലും നമുക്ക് പഠിക്കാൻ ഇൻട്രസ്റ്റിംഗ് ആയത്, അല്ലെങ്കിൽ നമുക്ക് പഠിച്ചെടുക്കാൻ പെട്ടെന്ന് സാധിക്കുന്നതായ ചാപ്റ്ററുകളാണ്. അവിടെ നിന്നാണ് നമ്മൾ ആദ്യം തുടങ്ങേണ്ടത്. എന്നാലേ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ കോൺഫിഡൻസ് ലെവൽ കൂടുകയുള്ളൂ. അപ്പോഴേ നമ്മുടെ ഉള്ളിൽ നിന്ന് തന്നെ നമുക്ക് പഠിക്കണം, നമുക്കിത് നേടാൻ പറ്റും എന്നുള്ള ഒരു വിചാരം, നമ്മുടെ ഉള്ളിൽ നിന്ന് ഒരു തോന്നൽ നമ്മുടെ ഉള്ളിൽ നിന്ന് തന്നെ വരികയുള്ളൂ. അങ്ങനെ ആ ചാപ്റ്ററിൻ്റെ ലിസ്റ്റ്, എങ്ങനെ സിമ്പിൾ ടു ഡിഫിക്കൽട്ട് ഒരു ലിസ്റ്റ് നിങ്ങൾ ആദ്യം തയ്യാറാക്കുക. എന്നിട്ട് ഒരു ചാപ്റ്ററിലെ കോൺസെപ്റ്റ് അല്ലെങ്കിൽ ചാപ്റ്ററിലെ ഇക്വേഷൻസ് എല്ലാം ബൈഹാർട്ട് ചെയ്ത് പഠിച്ചതിന് ശേഷമാണ് ഞാൻ ക്വസ്റ്റ്യൻസ് ചെയ്യാൻ തുടങ്ങുന്നത് എന്ന് വിചാരിച്ചാലും നടക്കുന്ന കാര്യമല്ല. കാരണം പല ഇക്വേഷൻസും പല കോൺസെപ്റ്റുകളും നമുക്ക് ബൈഹാർട്ട് ചെയ്താൽ ഓർമ്മയുണ്ടാകില്ല. ഏത് ഒരു ക്വസ്റ്റ്യൻ്റെ മുന്നിൽ വന്ന് നിൽക്കുമ്പോൾ ഏത് ഇക്വേഷൻ എങ്ങനെയാണ് അതിലേക്ക് അപ്ലൈ ചെയ്യേണ്ടത് എന്നൊക്കെ ടോട്ടലി നമ്മൾ കൺഫ്യൂസ്ഡ് ആയി പോകും. അപ്പം നമ്മൾ ചെയ്യേണ്ടത് എന്താണ്? പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് എടുക്കുക, ക്വസ്റ്റ്യൻ അനലൈസ് ചെയ്യുക. ഒരു ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്യുന്നത് സമയത്ത് നമ്മൾക്കതിൻ്റെ ആൻസർ, അതിൻ്റെ സൊല്യൂഷൻ നമുക്ക് സ്വന്തമായിട്ട് ചെയ്യാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായും നമ്മുടെ മുന്നിൽ സൊല്യൂഷൻ ഉണ്ടാവും. അതിൻ്റെ ആ സൊല്യൂഷനും ക്വസ്റ്റ്യനും നിങ്ങൾ കൃത്യമായി അനലൈസ് ചെയ്യുക. അതിലേക്ക് ഏത് ഇക്വേഷനാണ് അപ്ലൈ ചെയ്തിരിക്കുന്നത്, ഏത് ഇക്വേഷനാണ് കൊടുത്തിരിക്കുന്നത്, അല്ലേ, എങ്ങനെയാണ് അപ്ലൈ ചെയ്തിരിക്കുന്നത് എന്നൊക്കെ ഓരോ ക്വസ്റ്റ്യൻ വൈസ്, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ വൈസ് നമ്മൾ അനലൈസ് ചെയ്യണം. മക്കളെ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ 5 മണിക്കൂറെങ്കിലും നിങ്ങൾ ഇതിന് മാറ്റിവെക്കണം. അതിനുള്ള ആറ്റിറ്റ്യൂഡ് നമുക്കുണ്ടായിരിക്കണം. എന്നാൽ മാത്രമേ നിങ്ങൾ സക്സസ്സിലെത്തുകയുള്ളൂ. ഈ 5 മണിക്കൂർ സമയത്ത് നമ്മൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ചെയ്യുമ്പോൾ മിനിമം ഒരു 50 പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് എങ്കിലും നമ്മൾ അനലൈസ് ചെയ്ത്, വെറുതെ ചെയ്യുകയല്ല, അനലൈസ് ചെയ്ത് ഒരു ദിവസം പഠിച്ചിട്ടുണ്ടെങ്കിൽ 55 ദിവസം കൊണ്ട് 2750 കൂടുതൽ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ
ലൂടെ നമ്മൾ കടന്നു പോയിട്ടുണ്ടാവും. നമ്മൾ തുടങ്ങുന്നത് ഇന്ന് മുതലാണ് എന്നുണ്ടെങ്കിൽ അപ്പോൾ എത്രത്തോളം കോൺസെപ്റ്റുകൾ, എത്രത്തോളം ഇക്വേഷൻസ് നമ്മൾക്ക് ആ ക്വസ്റ്റ്യനിലൂടെ കിട്ടിയിട്ടുണ്ടാവും അല്ലേ? അത് വെച്ചുകൊണ്ട് നമ്മുടെ അടുത്ത എക്സാമിന് വരുന്ന 25 ക്വസ്റ്റ്യൻ മാത്തമാറ്റിക്സിൽ ഒരു 15 ക്വസ്റ്റ്യൻസ് എങ്കിലും നമുക്ക് ചെയ്യാൻ പറ്റുകയില്ലേ? നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ. അപ്പോൾ എന്ത് ചെയ്യുക എന്ന് വെച്ച് കഴിഞ്ഞാൽ 5 മണിക്കൂർ പഠനം, നേരത്തെ പറഞ്ഞതുപോലെ സിമ്പിൾ ടു ഡിഫിക്കൽട്ട്, നേരത്തെ പറഞ്ഞതുപോലെ പ്രീവിയസ് ഇയറിലൂടെ ക്വസ്റ്റ്യൻസിലൂടെ നമ്മൾ ക്വസ്റ്റ്യൻസിലൂടെ കോൺസെപ്റ്റുകളിലും ഇക്വേഷൻസിലും എത്തുകയാണ് ചെയ്യുന്നത്. പിന്നെ നേരത്തെ പറഞ്ഞതുപോലെ ചാപ്റ്റേഴ്സ് ലിസ്റ്റ് ചെയ്യുന്ന സമയത്ത് കണക്റ്റഡ് ചാപ്റ്റേഴ്സ് ലിസ്റ്റ് ചെയ്യണം. ഫോർ എക്സാമ്പിൾ മെട്രിക്സ് ആൻഡ് ഡിറ്റർമിനൻസ്, മെട്രിക്സിലൂടെ ഡിറ്റർമിനൻസിലേക്ക്. അതേപോലെ തന്നെ നമുക്ക് പെർമ്യൂട്ടേഷൻസ് ആൻഡ് കോമ്പിനേഷൻസിലൂടെ നമുക്ക് എവിടെ എത്താം? പ്രോബബിലിറ്റിയിലേക്ക് പഠിച്ചെത്താം. കാരണം പല കോൺസെപ്റ്റുകളും റിലേറ്റഡ് ആയിട്ടുള്ള ചാപ്റ്റേഴ്സ് വരുന്നുണ്ട്. അങ്ങനെ നമ്മൾ ലിസ്റ്റ് ചെയ്യുക, അങ്ങനെ നമ്മൾ പ്രീവിയസ് ഇയർ പ്രാക്ടീസ് ചെയ്യുക, അങ്ങനെ നമ്മൾ ക്വസ്റ്റ്യൻസിലൂടെ കോൺസെപ്റ്റുകളിലും ഇക്വേഷൻസും പഠിക്കാൻ ശ്രമിക്കുക. അപ്പം ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ പ്രാവർത്തികമാക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായും ഇതിനോട് ആറ്റിറ്റ്യൂഡ് ഉണ്ടായിരിക്കണം, പാഷൻ ഉണ്ടായിരിക്കണം, ഒരു ഹാർഡ് വർക്ക് ചെയ്യാനുള്ള ഒരു മനസ്സ് നമ്മൾക്കുണ്ടായിരിക്കണം. ഇങ്ങനെയുള്ള കൂടുതൽ ഓരോ സബ്ജക്റ്റിലൂടെയും ഏതൊക്കെ ഭാഗങ്ങൾ ഫോക്കസ് ചെയ്യണമെന്നും ഏതൊക്കെ ഭാഗങ്ങൾ കൂടുതലായിട്ട് എടുത്ത് പഠിക്കണമെന്നും എങ്ങനെയൊക്കെയാണ് പഠിക്കേണ്ടത് എന്നുമുള്ള ഓരോ സബ്ജക്റ്റിൻ്റെയും വീഡിയോ വരും ദിവസങ്ങളിൽ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അപ്പോൾ നിങ്ങളെല്ലാവരും കൂടെ നിൽക്കണം, സപ്പോർട്ട് ചെയ്യണം. എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, കൂളായിട്ടിരിക്കുക, കോൺഫിഡൻസോട് കൂടി ഇരിക്കുക. തീർച്ചയായും ജയ് 2026 നമ്മളുടെ കൈകളിലായിരിക്കും. ഓൾ ദ ബെസ്റ്റ്.